ഖുർആനിന്റെ അവതരണ ലക്ഷ്യം ഖുർആൻ വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നുണ്ട്. എല്ലാ ലുലുമാത്തുകളിൽ നിന്നും നൂറിലേക്ക്. എന്താണ് ലുലുമാത്ത്? ലുലുമ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അക്രമങ്ങൾ, ചൂഷണങ്ങൾ. അതാണ് ആക്രമത്തിന്റെ ഇരുട്ടിനെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്. അതാണ് ലുലുമാത്തിൽ നിന്ന് നൂറിലേക്ക്. എല്ലാ ചൂഷണങ്ങളിൽ നിന്നും, എല്ലാ അതിക്രമങ്ങളിൽ നിന്നും സമൂഹത്തെ അടിമകളാക്കി വെക്കുന്ന, അടിമത്തത്തിലേക്ക് നയിക്കുന്ന, എല്ലാ പണാധിപത്യത്തിലൂടെ, അധികാരത്തിലൂടെ, പൗരോഹിത്യത്തിലൂടെ ഈ തരത്തിൽ ലോകത്ത് മനുഷ്യ സമൂഹം ചൂഷണം ചെയ്യപ്പെടുന്നു. ഇത്തരം എല്ലാ ചൂഷണങ്ങളും അതിക്രമങ്ങളിലും നിന്ന് അവരെ മോചിപ്പിച്ചു കൊണ്ടുവരിക എന്നതാണ്. അതിനു വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിച്ചതെന്ന ഖുർആൻ പറയുന്നത്. അതിനു വേണ്ടി തന്നെയാണ് മൂസാക്ക് ഈ വേദം അവതരിപ്പിച്ചു കൊടുത്തതെന്നും ഖുർആൻ പറയുന്നു. ഈ വിഷയം നമ്മൾ ഇവിടെ പറയുമ്പോൾ ഇന്ന് ലോകത്തുള്ള മതങ്ങളും സംഘടനകളും പ്രത്യയശാസ്ത്രങ്ങളും എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം, ഹ്യൂമൻ റൈറ്റ്സിന്റെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇപ്പൊ വ്യത്യസ്ത മതസംഘടനകൾ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട് പല സെമിനാറുകളും ഒക്കെ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മലപ്പുറത്ത് 10-ാം തീയതി ഒരു വിഭാഗം സെമിനാർ നടത്തുന്നുണ്ട്. അതുപോലെ മറ്റു പല ഭാഗങ്ങളിലും മനുഷ്യാവകാശത്തിന് വേണ്ടി സംഘടിക്കുകയും സെമിനാറുകൾ നടത്തുകയും ചെയ്യുന്നു. എന്നാൽ ഈ മനുഷ്യാവകാശം എന്നാൽ എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അത് മതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് മതവുമായിട്ട് ബന്ധമുള്ളതാണോ? അല്ലെങ്കിൽ മതം വേറെയും മനുഷ്യാവകാശം വേറെയുമാണോ? ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാം കാര്യങ്ങൾ എന്ന് നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും ഇതുമായി മനുഷ്യാവകാശം എന്ത് ബന്ധമാണുള്ളത്? വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങൾക്ക് മനുഷ്യാവകാശവുമായി എന്ത് ബന്ധമാണുള്ളത്? അപ്പൊ നമ്മൾ നിസ്കരിക്കുന്നു, മുസ്ലിങ്ങളെല്ലാം നിസ്കരിക്കുന്നു. ഇത് മനുഷ്യാവകാശവുമായി എന്ത് ബന്ധമാണുള്ളത്? അല്ലെങ്കിൽ നമ്മൾ ഹജ്ജ് ചെയ്യുന്നു. ഈ ഹജ്ജുമായിട്ട് ലോകത്ത് ഈ 30 ലക്ഷത്തോളം പേർ ഹജ്ജ് ചെയ്തു. അതുകൊണ്ട് ഈ സമൂഹത്തിലെ മനുഷ്യ സമൂഹത്തിനുള്ള ഗുണം എന്താണ്? അവിടെ ഏത് അവകാശമാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? അപ്പോൾ ഖുർആൻ പറഞ്ഞ ലുലുമാത്തിൽ നിന്ന് നൂറിലേക്ക്, എല്ലാ അതിക്രമങ്ങളിൽ നിന്നും എല്ലാ ചൂഷണങ്ങളിൽ നിന്നും മോചിപ്പിക്കലാണ് ഖുർആനിലെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മനുഷ്യൻ ചൂഷണം ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നത്? മൂസായുടെ ദൗത്യം എന്തായിരുന്നു? മൂസ ഫറോവയോട് പറഞ്ഞു, എന്റെയും നിന്റെയും റബ്ബ് ഒന്നാണ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇബാദുർ റഹ്മാനെ നീ വിട്ടയക്കണം, നീ എന്റെ കൂടെ വിട്ടയക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വേച്ഛാധിപതിയായ ഫറോവ പറഞ്ഞു, ഞാൻ തന്നെയാണ് ഇവരുടെ റബ്ബ്, ഇവരെ വളർത്തുന്നത് ഞാനാണ്, അതുകൊണ്ട് ഇവരെ എന്റെ ഇബാദാണ് എന്ന് പറഞ്ഞ് അവിടെ ഈ മൂസയും ഫറോയും തമ്മിലുള്ള ഫൈറ്റിന്റെ മൂല കാരണം തന്നെ അത് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതിന് വേണ്ടിയാണ്. സ്വേച്ഛാധിപത്യത്തിന്റെ അടയാളമാണ് ഫറോവൻ. ഖുർആൻ പറഞ്ഞു ലാത്ത ഉസ്സ മനാത്ത എന്ന് പറഞ്ഞാല്, ലാത്ത എന്ന സമ്പത്ത്, അധികാരം, പണാധിപത്യം, അധികാരം, പൗരോഹിത്യം, ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങളാണ് സമൂഹത്തെ എന്നും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ജീവൻ വെക്കുമ്പോൾ അത് ഫറോവയായി മാറും, ഖാറൂനായി മാറും, ഹാമാനായി മാറും, ഇതുപോലെ അബൂലഹബായി മാറും. സമൂഹത്തിൽ നാശമുണ്ടാക്കുന്ന, സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന വിഭാഗങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. അത് ഇന്ന് അമേരിക്കയായിട്ട് വരും, അല്ലെങ്കിൽ അത് സ്വേച്ഛാധിപത്യ രാജഭരണമായിട്ട് വരും, അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും രൂപത്തിൽ സമൂഹത്തിൽ താഴ്ന്ന വിഭാഗങ്ങളെല്ലാം ചൂഷണം ചെയ്യുകയും അവരെ അടിമകളാക്കുകയും ചെയ്യുന്നത് ലോകത്ത് എല്ലാ കാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ രൂപത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഹ്യൂമൻ റൈറ്റ്സിനൊരു ദിനം നമ്മൾ ആചരിക്കുമ്പോൾ ഏത് തലത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി നമ്മൾ വാദിക്കേണ്ടത്? അതൊരു മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണോ? വ്യത്യസ്ത മതങ്ങള് ഞങ്ങളുടെ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ അവകാശങ്ങൾ അവിടെ ഹനിക്കപ്പെടുന്നു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് ഒരു ഹ്യൂമൻ റൈറ്റ്സിന് വിരുദ്ധമാണ്. നമുക്കറിയാം, ഗുജറാത്തിലെ കലാപവും ഹ്യൂമൻ റൈറ്റ്സിന് വിരുദ്ധമാണ്. ഒരു ഭരണകൂടം അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഒന്നായിട്ട് കൊന്നൊടുക്കിയത് അത് മനുഷ്യാവകാശത്തിന്റെ കടുത്ത ലംഘനമാണ്. അതേസമയത്ത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വിഭാഗങ്ങള് അവിടുത്തെ സ്ത്രീകളെ വിദ്യാഭ്യാസത്തിന് അനുവദിക്കാത്തത് അതും ഹ്യൂമൻ റൈറ്റ്സിന് വിരുദ്ധമാണ്.
സൗദി അറേബ്യയിൽ സ്വതന്ത്രമായി ചിന്തിക്കുവാനും പഠിക്കുവാനും അവിടുത്തെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ചെയ്യുവാൻ പോലും അനുവാദം നൽകാതെ സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പോലും ഇപ്പൊ അവകാശമില്ല. അവരൊരു മൊബൈൽ ഫോണിൽ ഭർത്താക്കന്മാർക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കും ഭാര്യമാർ എവിടേക്ക് എത്തുന്നു എന്ന്. ഇത്തരത്തിൽ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നു. ഇത് ഹ്യൂമൻ റൈറ്റ്സിന് വിരുദ്ധമാണ്. നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നൂറ്റാണ്ടുകളായി ജാതി വ്യവസ്ഥ ഇവിടെ അടിമത്തത്തിലൂടെ ബ്രാഹ്മണരും ക്ഷത്രിയരും താഴ്ന്ന വിഭാഗങ്ങൾ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. അവരുടെ സ്വതന്ത്രമായ തൊഴിൽ ചെയ്യുവാനും അവർക്കിഷ്ടമുള്ളത് പഠിക്കുവാനുമുള്ള അവകാശങ്ങൾ നൂറ്റാണ്ടുകളായി ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കറിയാം. ഇത് ഹ്യൂമൻ റൈറ്റ്സിന് വിരുദ്ധമാണ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്നത് അത് ഖുർആനിന്റെ അടിസ്ഥാന ലക്ഷ്യം, അവതരണ ലക്ഷ്യം ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് പറയുമ്പോൾ, അതേസമയത്ത് ഖുർആൻ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാല് അത് അള്ളാഹു അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്നാണോ നമ്മളിപ്പോ വെച്ച അർത്ഥം? അള്ളാഹു അല്ലാതെ ആരാധിക്കാൻ പാടില്ല, വേറെ ആരും ആരാധിക്കാൻ പാടില്ല. അപ്പൊ ഈ ആരാധന എന്ന് പറയുന്ന സബ്ജക്ട് തന്നെ നമ്മൾക്കില്ല എന്ന രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്താണ് ഇലാഹ്? അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറയുമ്പോൾ എന്താണ് തൗഹീദ്? തൗഹീദും ഹ്യൂമൻ റൈറ്റ്സും തമ്മിലുള്ള ബന്ധമെന്ത്? അല്ലെങ്കിൽ ഷിർക്ക്, ഏറ്റവും കടുത്ത ക്രൈം അത് ഷിർക്കാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഷിർക്ക് ക്രൈമായി മാറുന്നത്? ഇപ്പൊ ഒരാള് ബിംബത്തെ ആരാധിക്കുന്നു, അവൻ കടുത്ത തെറ്റാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? അത് അറിവില്ലായ്മ കൊണ്ടല്ലേ. ഇപ്പൊ മുസ്ലിങ്ങൾ തന്നെ പല ആളുകളും ഇപ്പൊ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അത് കടുത്ത ഷിർക്കാണ്, അതാണ് ക്രൈം, അവരാണ് ഏറ്റവും കടുത്ത ശിക്ഷയെങ്കിൽ അത് അറിവില്ലായ്മ കൊണ്ടല്ലേ. ഇപ്പൊ മുജാഹിദുകൾ അടക്കമുള്ള ഏറ്റവും പുരോഗമന പ്രസ്ഥാനങ്ങൾ ഷിർക്കിന് വേണ്ടി വാദിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനക്കാരടക്കം സ്വന്തം നമസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ അത് ഷിർക്കല്ലേ ഇവർ പറയുന്ന രൂപത്തിലാണെങ്കിൽ? അതല്ലെങ്കിൽ ഒരു ബിംബത്തെ അല്ലെങ്കിൽ ഒരു കല്ലിനെ ആരാധിക്കുക എന്നത്, ഗുരുവായൂർ പോയിട്ട് കല്ലിനെ ആരാധിക്കുന്നു, അത് ഷിർക്കാണെങ്കിൽ, അവിടെ വട്ടം ചുറ്റുന്നത്, അവിടെ പ്രദക്ഷിണം വെക്കുന്നത് ഷിർക്കാണെങ്കിൽ, ഇതേ പ്രവൃത്തി തന്നെയല്ലേ വേറൊരു രൂപത്തിൽ സൗദി അറേബ്യയിൽ പോയി ആ മക്കത്തൊരു കല്ല് നാട്ടി അതിന്റെ ചുറ്റും വളയം വെക്കുന്നത്? അവിടെയും ഒരു വിഗ്രഹത്തെ, ഒരു കല്ലിനെ തന്നെയല്ലേ വട്ടം ചുറ്റുന്നത്? അതും ഷിർക്കല്ലേ? അപ്പൊ ഇതൊരു കടുത്ത തെറ്റാണെന്ന് പറയുമ്പോൾ ലോകത്തുള്ള ബഹുഭൂരിപക്ഷവും ഈ തെറ്റ് തന്നെയല്ലേ ചെയ്യുന്നത്? സത്യത്തിൽ ഇതെല്ലാം അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ഇതാരെങ്കിലും ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? അത് അറിവില്ലായ്മ കൊണ്ടല്ലേ. അപ്പൊ അറിവില്ലായ്മയാണോ ഷിർക്ക്? ഒരു അറിവില്ലായ്മയ്ക്ക് ഒരാളെ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ടോ? അത് ബോധവൽക്കരിക്കുക എന്നല്ലാതെ. അപ്പോൾ ഏത് തലത്തിലാണ് ഷിർക്കിനെ നമ്മൾ കാണേണ്ടത് എന്നത് വളരെ ബേസിക്കലായി മനസ്സിലാക്കണം. ഹ്യൂമൻ റൈറ്റ്സ് എന്നതാണ് ഈ ഇസ്ലാമിന്റെ, ഖുർആനിന്റെ ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ എങ്ങനെയാണ് ഷിർക്കും ഹ്യൂമൻ റൈറ്റ്സും തമ്മിൽ ബന്ധപ്പെടുന്നത്? അല്ലെങ്കിൽ തൗഹീദും ഹ്യൂമൻ റൈറ്റ്സും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹിലെ ഇലാഹ് അത് എന്താണ്? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുമ്പോൾ അള്ളാഹു അഹദാണെന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം ഈ പ്രപഞ്ചം മുഴുവൻ ഒരു നിയമത്തിന്റെ വ്യവസ്ഥിതിക്ക് കീഴിലാണ്. ഇവിടെ രണ്ട് തരം നിയമങ്ങൾ ഈ പ്രപഞ്ചത്തിലില്ല. അത് നമുക്ക് പ്രകൃതി നിയമം എന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ നിയമം എന്ന് പറഞ്ഞാലും ഏത് രൂപത്തിൽ പറഞ്ഞാലും ഈ വ്യവസ്ഥിതി ഒന്നേ ഉള്ളൂ. ഈ വ്യവസ്ഥിതി അത് ലോകത്തുള്ള സകല മനുഷ്യർക്കും ഒരു നിയമമാണുള്ളത്. ഇവിടെ രണ്ട് നിയമങ്ങളില്ല. ഇത് ശാസ്ത്രീയമായ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇനി ശാസ്ത്രീയമല്ലാതെ സാമൂഹികമായ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇവിടെ നീതിന്യായത്തിന്റെ വ്യവസ്ഥിതി അത് ഒന്നേ ഉള്ളൂ. കാരുണ്യത്തിന്റെ സിസ്റ്റം ഒന്നേ ഉള്ളൂ. ഇവിടെ ഹിന്ദുവിന് കിട്ടേണ്ട നീതി തന്നെയാണ് മുസ്ലിമിനും കിട്ടേണ്ടത്, അതേ നീതി തന്നെയാണ് ക്രിസ്ത്യാനിക്കും കിട്ടേണ്ടത്. അല്ലെങ്കിൽ കാരുണ്യം, നീതി, ഏത് വ്യവസ്ഥിതി, ഏത് നിയമങ്ങളും അത് ഈ സമൂഹത്തിലെ മനുഷ്യർക്കെല്ലാം ഒന്നാണ്. കാനന്നാസ ഉമ്മത്തം വാഹിദത്ത് എന്ന ഖുർആൻ പറഞ്ഞു. മനുഷ്യർ ഒന്നാണ്, രണ്ട് തരം വിഭാഗങ്ങൾ ഇവിടെ ഇല്ല. ഇവിടെ ഒരു മനുഷ്യ സമൂഹം ഒന്നേ ഉള്ളൂ. അപ്പോൾ ഏത് ജാതി ആവട്ടെ, ഏത് മതമാവട്ടെ, ഏത് വംശമാവട്ടെ, ഏത് രാജ്യക്കാരനാവട്ടെ, മനുഷ്യരെല്ലാം ഒന്നാണ്. ഈ മനുഷ്യ സമൂഹത്തിന് നൽകേണ്ട നിയമങ്ങള്, നീതികള്, കാരുണ്യങ്ങള് എല്ലാം ഒരു തലത്തിൽ തന്നെയാണ് വേണ്ടത്. അത് ഈ പ്രകൃതി നിയമത്തിന് വിധേയമായ എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു വ്യവസ്ഥിതിയല്ലാതെ ഇവിടെ രണ്ട് വ്യവസ്ഥിതിയില്ല. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുമ്പോൾ ഈ അള്ളാഹു അഹദാണ് എന്ന് പറഞ്ഞാല് ഒരാളവിടെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്നല്ല. ഈ കാരുണ്യത്തിന്റെയും ഈ സിസ്റ്റം, ഈ വ്യവസ്ഥിതി അത് ഒന്നേ ഉള്ളൂ. അത് അള്ളാഹു സമദ്, അത് പരാശ്രയരഹിതമാണ്. അത് മറ്റൊരു സിസ്റ്റത്തെ അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല. ലം യലിദ് വലം യൂലദ്, അത് മറ്റൊന്നിൽ നിന്ന് ഉത്ഭവിച്ചതല്ല, അത് സ്വയമേ ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. അതിന് തുല്യമായി, ഈ വ്യവസ്ഥിതിക്ക് തുല്യമായി ലോകത്ത് മറ്റൊരു വ്യവസ്ഥിതിയും ഇല്ല.
അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞ അള്ളാഹു അല്ലാത്ത ഒന്നിനെ അവലംബിക്കേണ്ടതില്ല. ഈ കാരുണ്യത്തിന്റെയും നീതിയുടെയും എല്ലാവരെയും ഒന്നായി കാണുന്ന വ്യവസ്ഥിതിയല്ലാതെ മറ്റൊരു വ്യവസ്ഥിതിയെ നമ്മൾ അവലംബിക്കേണ്ടതില്ല. അതാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവലംബിക്കേണ്ടത്, നമ്മൾ അടിസ്ഥാനമാക്കേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട വ്യവസ്ഥിതി ഈ ഇലാഹ്. അത് അല്ലാതെ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹിനെ മാത്രമെന്നല്ല. അത് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം, അതിവിടെ വിഷയമല്ല. ഖുർആനിൽ പ്രാർത്ഥന എന്നത് അല്ലെങ്കിൽ ആരാധനാ കർമ്മങ്ങളെപ്പറ്റി ചർച്ച ചെയ്യൽ ഖുർആന്റെ വിഷയമല്ല. ഇവിടെ മനുഷ്യനെ എല്ലാ ചൂഷണങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് ഖുർആനിലെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ ഉള്ള കാര്യങ്ങളാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഖുർആൻ പറഞ്ഞ അഖീമുസ്സലാത്ത് മുതൽ ഖുർആൻ പറഞ്ഞ ഹജ്ജ്, ആത്തു സക്കാത്ത് എല്ലാം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ വ്യവസ്ഥിതി ഇവിടെ തകർന്നുകൊണ്ട് ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ സമൂഹങ്ങളും അവരവർക്ക് വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കുകയും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുമ്പോൾ അത് ശിർക്കായി മാറുന്നു. ഇപ്പൊ ജാതി വ്യവസ്ഥ നമ്മൾക്കറിയാം. ഈ ലോകത്ത് ബ്രാഹ്മണർക്ക് മാത്രം പഠിക്കാൻ, അവർക്ക് മാത്രം പദവികൾ എത്താൻ, താഴേക്കിടയിലുള്ള മറ്റൊരു താഴ്ന്ന വിഭാഗത്തിൽ പട്ടികജാതിയിൽ വളർന്ന ഒരാൾക്ക് പഠിക്കാനോ വിജയിക്കാനോ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് വേണ്ടി ഒരു നിയമം അവർ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് വല യുശ്രിക്കു ഫീ ഹുക്മിഹി അഹദ എന്ന ഖുർആൻ പറഞ്ഞത്. അവന്റെ ഹുക്മിൽ അവൻ ആരെയും ശിർക്ക് പങ്കാളിയാക്കുകയില്ല. ഒരു വ്യക്തിയും ഒരു സമൂഹത്തിലുള്ള ഒരു വ്യക്തിയെയും ദൈവം അവന്റെ ഹുക്മിൽ പങ്കാളിയാക്കുകയില്ല എന്ന് പറഞ്ഞ ഈ നിയമ വ്യവസ്ഥിതി അത് എല്ലാവർക്കും ഒന്നേ ഉള്ളൂ. ഓരോരുത്തർക്ക് വേണ്ടി ഓരോ നിയമങ്ങൾ ഇവിടെ ഇല്ല, കോമൺ ആണ്. ഇതാണ് ഷിർക്കിന്റെ തലം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതുകൊണ്ടാണ് ഷിർക്ക് ക്രൈമായി മാറുന്നത്. മനുഷ്യരെ വ്യത്യസ്തമായ തട്ടുകളാക്കി മാറ്റുന്ന ഒരു തലത്തിലേക്കാണ് ഷിർക്ക് വരുന്നത്. ഈ രൂപത്തിൽ മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഹ്യൂമൻ റൈറ്റ്സിനെ നമ്മൾ വായിക്കേണ്ടത്. ഞാൻ ചില ചോദ്യങ്ങൾ ഇവിടെ വായിക്കുകയാണ്. ഇസ്ലാമും മനുഷ്യാവകാശവും ഹ്യൂമൻ റൈറ്റ്സ് തമ്മിലുള്ള ബന്ധമെന്ത്? മനുഷ്യാവകാശ സംരക്ഷണത്തിന് ജാതിമത വിവേചനമുണ്ടോ? മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണോ? ആണെങ്കിൽ എങ്ങനെ? ഇസ്ലാം കാര്യങ്ങൾ മനുഷ്യാവകാശ സംരക്ഷണവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? യുദ്ധത്തിൽ പരാജയപ്പെടുന്നവരെ അടിമകളാക്കുന്നത് മനുഷ്യാവകാശ ലംഘനമല്ലേ? യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ശത്രുക്കളുടെ സ്ത്രീകളെ പിടിച്ചെടുക്കുന്നത് ഇസ്ലാമികമാണോ? അടിമത്തം മനുഷ്യാവകാശ ലംഘനമാണോ? ആണെങ്കിൽ ഒരു മുസ്ലിമിന് അടിമകൾ ഉണ്ടാവാൻ പാടുണ്ടോ? നബിയുടെ ജീവിതകാലത്ത് തന്നെ ഇസ്ലാമിൽ പരിപൂർണ അടിമത്ത നിരോധനം നടപ്പാക്കിയിട്ടുണ്ടോ? 70% കൂടുതൽ മുസ്ലിങ്ങളുള്ള ഇസ്ലാമിക രാജ്യത്തെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അമുസ്ലിങ്ങളോട് പുലർത്തേണ്ട സമീപനമെന്ത്? അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം തടയുന്നത് മനുഷ്യാവകാശ ലംഘനമല്ലേ? നബിയും സഹാബികളും യുദ്ധം ചെയ്തത് മതപ്രചാരണത്തിനോ മനുഷ്യാവകാശം സംരക്ഷിക്കാനോ? ലാ ഇലാഹ ഇല്ലല്ലാഹും മനുഷ്യാവകാശവും തമ്മിൽ എന്ത് ബന്ധം? തൗഹീദിന്റെ ഏകത്വം, യഥാർത്ഥ അർത്ഥം ഒരു ദൈവത്തെ മാത്രം ആരാധിക്കലോ അതോ എല്ലാ മനുഷ്യരെയും ഒന്നായി കാണലോ? കല്ലുകൊണ്ടും മറ്റുമുള്ള വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് അറിവില്ലായ്മയാണോ അതോ ക്രിമിനൽ കുറ്റമാണോ? കുറ്റകൃത്യമാണെങ്കിൽ അത് എന്തുകൊണ്ട്? അല്ലെങ്കിൽ അറിവില്ലായ്മയാണെങ്കിൽ ബോധവൽക്കരിക്കുന്നതിന് പകരം ശിക്ഷിക്കേണ്ടതുണ്ടോ? ദൈവത്തിന്റെ വിധികളിൽ അവന്റെ ഹുക്കുമിൽ അവൻ ആരെയും പങ്കാളിയാക്കില്ല എന്നതിന്റെ അർത്ഥം എന്താണ്? ഖുർആനിലെ ഹജ്ജിനുള്ള വിളംബരം മുസ്ലിങ്ങൾക്ക് മാത്രമോ സകല മനുഷ്യർക്കും വേണ്ടിയോ? ഹജ്ജിൽ അറുക്കേണ്ടത് മൃഗങ്ങളെയോ മനുഷ്യ മനസ്സിലെ മൃഗീയതയോ? ദൈവത്തിന്റെ ഉന്നതമായ നാമങ്ങൾ ഇസ്മുകൾ ചെല്ലേണ്ടത് മൃഗങ്ങളെ അറുക്കുമ്പോഴോ അതോ മനുഷ്യ മനസ്സിലെ മൃഗീയതയിലേക്കാണോ? ഖുർആനിലെ ഹജ്ജ് കൊണ്ട് മനുഷ്യ സമൂഹത്തിനുള്ള ഗുണം എന്താണ്? അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രം എന്ത് ഗുണം? ഖുർആനിന്റെ അവതരണ ലക്ഷ്യം മനുഷ്യാവകാശ സംരക്ഷണത്തിന്റെ പരിപൂർണതയാണോ അതോ ആരാധനകൾ പഠിപ്പിക്കലാണോ? ഇതാണ്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം അഖീമുസ് സ്വലാത്ത് എന്ന് പറയുമ്പോൾ ദൈവിക കൽപ്പനകളെ പിന്തുടരുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്ന്. എങ്ങനെയാണ് ഈ സമൂഹത്തിലുള്ള നീതിന്യായത്തിന്റെ കാരുണ്യത്തിന്റെ വ്യവസ്ഥ ഈ സമൂഹത്തിൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ സിസ്റ്റത്തെ പിന്തുടരുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് അഖീമുസ് സ്വലാത്ത്. അത്തരം ഒരു സിസ്റ്റത്തെ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ സാമ്പത്തികമായ സുരക്ഷിതത്വം എല്ലാവർക്കും, അച്ചടക്കമുള്ള എല്ലാവർക്കും ഒരുപോലെ നീതിയും ന്യായവും ഉണ്ടാക്കുന്ന ഒരു വ്യവസ്ഥിതി കൊണ്ടുവരലാണ് ആത്തു സക്കാത്ത്. അതുപോലെ ഈ സമൂഹത്തിലുള്ള എല്ലാ ദുഷ്പ്രവർത്തനങ്ങളെയും ചൂഷണങ്ങളെയും ഇല്ലാതാക്കാനുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലേക്കാണ് സിയാമിനെ നമ്മൾ വായിക്കുന്നത്. അതുപോലെ ഈ സമൂഹത്തിലുള്ള എല്ലാ അതിക്രമ പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കുവാൻ വേണ്ട ആർഗ്യുമെന്റ്സ്, അതിനുവേണ്ട നയതന്ത്ര ബന്ധങ്ങൾ നടപ്പിലാക്കുക, അതിനുവേണ്ട പോരാട്ടങ്ങൾ വേണ്ടി വന്നാൽ യുദ്ധം തന്നെ. അതാണ് ഹജ്ജ്, സൂറത്തുൽ ഹജ്ജ് പറയുന്നിടത്ത് യുദ്ധത്തിന് അനുമതി നൽകപ്പെട്ടിരിക്കുന്നെന്ന് പറയാൻ കാരണം അതിക്രമം ചെയ്യപ്പെട്ടവർക്ക് അവർ അതിക്രമം ചെയ്യപ്പെട്ടതാണ് എന്ന കാരണത്താൽ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി,
അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവരുടെ ജീവിക്കാൻ, ജോലി ചെയ്യാൻ, ഇഷ്ടമുള്ളത് പഠിക്കുവാനും ഇഷ്ടമുള്ളത് ജോലി ചെയ്യുവാനും വേണ്ട സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അതായത് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി വന്നാൽ യുദ്ധം തന്നെ ചെയ്യാം എന്ന് ഖുർആൻ അനുമതി നൽകിയത്. ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഖുർആനിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സമൂഹത്തിലെ, ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും ഒരുപോലെ നീതിയും ഒരുപോലെ കാരുണ്യവും ഉണ്ടാക്കുന്ന ഒരു വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതിക്കാണ് നമ്മൾ കീഴ്പ്പെടേണ്ടത്. അതല്ലാതെ മനുഷ്യർ അവരവരുടെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന നിയമവ്യവസ്ഥിതി നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. എല്ലാവരെയും ഒന്നായി കാണുന്ന വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതിക്ക് സ്വീകരിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിന് വിരുദ്ധമായ ആശയങ്ങൾ ഇവിടെ എഴുതിയുണ്ടാക്കുന്നതിനാണ് ഷിർക്ക് എന്ന തലത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ രൂപത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഖുർആനിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന രൂപത്തിൽ ഖുർആനിനെ വ്യക്തമായി വായിച്ച് പഠിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. ഈ ഹ്യൂമൻ റൈറ്റ്സിന്റെ ആചരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സലാം.